ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പാചക പരീക്ഷണശാലയിലേക്ക് സ്വാഗതം. ഒരു ഇൻട്രോ കിടക്കുന്നത് നല്ലതാണല്ലോ, കിടക്കട്ടെന്ന് വിചാരിച്ച്. എന്നോട് കുറേ പേരൊക്കെ ചോദിക്കുന്നത് എന്താണ് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത്, കുക്കിംഗ് ഒന്നും ഇല്ലേ വീട്ടിൽ, പാചകമൊന്നും ഇല്ലേ, എപ്പോഴും ഫുൾ ടൈം പുറത്തുനിന്നാണോ കഴിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ലഞ്ച് വായിക്കുന്ന വീഡിയോ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഇതിനൊക്കെ ഒരു മൂഡും കൂടെ വേണ്ടേ നമുക്ക്, അല്ലേ? രാവിലെ ധൃതി വെച്ച് ഇവരെയൊക്കെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കി പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ ഈ വീഡിയോയും കൂടെ എടുക്കാനായിട്ടുള്ളൊരു മൂഡില്ല. ഇപ്പം ഇളയാളും കൂടെ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് ഒട്ടും രാവിലെ നിന്ന് തിരിയാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, മഴയൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് മടിയുമാണ്, ഈ തണുപ്പൊക്കെ പിടിച്ച് കിടന്നുറങ്ങാനും മടിയാണ്. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റ് ലേറ്റായിട്ടെല്ലാം റെഡിയാക്കുന്നതാണ് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത്. ചേട്ടന്മാരെ ചേച്ചിമാരെ മനസ്സിലാക്കിക്കോ. പിന്നെ ഇന്നാണെങ്കിൽ ചിക്കൻ കിട്ടിയപ്പോഴത്തേക്കിനും ഒരു കുഴിമന്തി വെക്കണോ, ബിരിയാണി വെക്കണോ, ഫ്രൈഡ് റൈസ് വെക്കണോ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ടുള്ള മൂഡുണ്ടായിരുന്നു. കുറച്ച് നാളായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞാൻ എപ്പോഴും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടല്ല ബിരിയാണി വെക്കുന്നത്. ഇന്ന് എന്തോ കഷ്ടകാലത്തിന് ഞാൻ എയർ ഫ്രൈയറിൽ അങ്ങോട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചപ്പോൾ കറണ്ടും പോയി. അതങ്ങനാണല്ലോ പൊതുവെ, മഴയും കാറ്റും കറണ്ടും എന്നൊക്കെ പറഞ്ഞ് ഇവരെന്താ ശത്രുക്കളാണോ, കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യയും ഭർത്താവുമായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. മഴ വരുമ്പം പുള്ളിക്കാരൻ കറണ്ട് അങ്ങ് എവിടെയോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോകും. അത് കാരണം എനിക്ക് കുറച്ച് പണി പാളിയായിട്ട് പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനെടുത്ത് പുരട്ടിയ മസാലയൊക്കെ വെച്ചിട്ട് വേറെ നോർമൽ രീതിയിലൊക്കെ ചിക്കൻ്റെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ട് വന്ന സമയത്ത് ഞാൻ ഒണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് ഒരു സ്പൂൺ നെയ്യൊക്കെ ചേർത്തിട്ട് ഒണിയൻ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് കിസ്മിസ് വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. അത് കാരണം എനിക്ക് അധികം ഓയിലും ആയില്ല, കുറച്ച് സമയവും ലാഭിക്കും. ഇങ്ങനെ വറുത്ത് കോരി പൊരിച്ച് മാറ്റി എടുക്കുമ്പോഴുള്ള ഒരു സമയമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ച് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതല്ല. ഈ എണ്ണയൊക്കെ നമ്മളിങ്ങനെ വറുത്ത് കോരുമ്പോൾ അതും കൂടെ നമ്മുടെ ഉള്ളിൽ പോവുകയാണല്ലോ, അതും നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ കൈപുണ്യം എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന പൊടികളിലും നമ്മൾ വഴറ്റിയെടുക്കുന്ന ആ ഒരു പാകത്തിലാണ് കൈപുണ്യം ഇരിക്കുന്നത്. അത് കാരണം ഇന്ന് എന്തൊക്കെയോ എല്ലാം പാകത്തിനൊത്ത് വന്നിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത്, ആദ്യമൊക്കെയാണെങ്കിൽ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ പോലും അവൻ കഴിക്കാത്തവനാണ്, പക്ഷേ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ഒന്നും കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് ആ സബ്സ്ക്രൈബിലും കൂടെ ഒന്ന് ഞെക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചേട്ടാ.